Hi everyone. I am talk about three classifications of personality. There are three classifications of personality. First one, Hippocrates typology. Second one, Krishna's typology, and third one, Sheldon's typology. പേഴ്സണാലിറ്റിയുടെ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് ഞാൻ പറയുന്നത്. അതിനു മുൻപ് ടൈപ്പ് എന്താണെന്ന് നോക്കാം. ടൈപ്പ് എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു മോർഗൻ ആൻഡ് കിങ് എ ക്ലാസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഹു ഷെയർ കളക്ഷൻ ഓഫ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് കളക്ഷൻ ഓഫ് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഷെയർ ചെയ്യുന്ന ഒരു ക്ലാസ് ഓഫ് ഇൻഡിവിജ്വൽസിനെയാണ് ടൈപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ, ഹിപ്പോക്രറ്റ്സ് ടൈപ്പോളജി. അതിൽ ഫസ്റ്റ് വൺ, ഹിപ്പോക്രറ്റ്സ് ടൈപ്പോളജി. ഇറ്റ് കാറ്റഗറൈസസ് പേഴ്സണാലിറ്റി ബേസ്ഡ് ഓൺ 4 ബോഡി ഫ്ലൂയിഡ്സ്. അതിലെ 4 ബോഡി ഫ്ലൂയിഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ പേഴ്സണാലിറ്റിയെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. He proposed that an individual's personality is determined by the dominance of one of 4 body fluids. ഹിപ്പോക്രറ്റ്സ് പറയുന്നത് എല്ലാ ഇൻഡിവിജ്വൽസിലും 4 ബോഡി ഫ്ലൂയിഡ്സ് ഉണ്ട്. അതിൽ ഏത് ബോഡി ഫ്ലൂയിഡാണോ ഓരോ ഇൻഡിവിജ്വൽസിലും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് അതനുസരിച്ചിട്ടാണ് ആ പേഴ്സൻ്റെ പേഴ്സണാലിറ്റിയും ആ പേഴ്സൺ ഏത് ടൈപ്പാണ് എന്നൊക്കെ പറയുന്നത്. അതിൽ 4 ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് ബ്ലഡ്, യെല്ലോ ബൈൽ, ബ്ലാക്ക് ബൈൽ ആൻഡ് ഫ്ലജം. അതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ബ്ലഡ് ഡൊമിനൻ്റ് ആവുന്നവരിൽ സാൻജീനാവും, ബ്ലാക്ക് ബൈൽ ഡൊമിനൻ്റായി വരുന്നവരിൽ മെലങ്കോളിക്കാവും, യെല്ലോ ബൈൽ ഡൊമിനൻ്റായി വരുന്നവരിൽ കൊളറിക്കാവും, ഫ്ലജം ഡൊമിനൻ്റായി വരുന്നവരിൽ ഫ്ലഗ്മാറ്റിക്കാവും. ഇതിലെ ഫസ്റ്റ് വൺ സാൻജീൻ. സാൻജീനിൽ ബ്ലഡാണ് ഡൊമിനൻ്റായിട്ട് നിൽക്കുക. ഇങ്ങനത്തെ ആളുകൾ വളരെ സോഷ്യബിളാവും, ടോക്കറ്റീവ് ആവും, ഔട്ട് ഗോയിങ് ആവും, നന്നായിട്ട് ആളുകൾക്കായിട്ട് ഇടപഴകാനും സംസാരിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാവും, ലീഡർഷിപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സെക്കൻഡ് വൺ മെലങ്കോളിക്. മെലങ്കോളിക് എന്ന് പറഞ്ഞാൽ ഇവരിൽ ബ്ലാക്ക് ബെയിലാണ് ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ടൈപ്പിലുള്ള ആളുകൾ മൂഡിയാവും, സാഡാവും, ആങ്ഷ്യസ് ആവും, റിജിഡസ് ആവും, പെസിമിസ്റ്റ് ആവും, റെസസീവ് ആവും, സോഷ്യബിളൊന്നും ആവില്ല, വളരെ ക്വയറ്റായിട്ട് ആളുകളുമായിട്ടൊന്നും ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാവില്ല. അവരാണ് ഈ മെലങ്കോളിക് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് കൊളറിക്. കൊളറിക് എന്ന് പറയുമ്പോൾ അവരിൽ യെല്ലോ ബൈലായിരിക്കും ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ആളുകളായിരിക്കും. വളരെ ടച്ച് ആയിരിക്കും, റിസസീവ് ആയിരിക്കും, അഗ്രസീവ്, എക്സൈറ്റബിൾ, ചേഞ്ചബിൾ, ഇമ്പൾസീവ്, ഓപ്റ്റിമിസ്റ്റിക് ആൻഡ് ആക്റ്റീവ്. ഇങ്ങനെയായിരിക്കും കൊളറിക് ആയിട്ടുള്ള ആളുകൾ. ലാസ്റ്റ് ടൈപ്പ് ഫ്ലഗ്മാറ്റിക് ടൈപ്പ്. ഇവരിൽ ഫ്ലജം എന്ന് പറഞ്ഞൊരു ബോഡി ഫ്ലൂയിഡാവും ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകൾ വെരി കാം ആൻഡ് ക്വയറ്റ് ആൻഡ് ഇൻആക്റ്റീവ്, പാസീവ്, പവർഫുൾ, തോട്ട്ഫുൾ, പീസ്ഫുൾ, റിലയബിൾ, ഈവൻ ടെമ്പേർഡ്. ഭയങ്കര സമാധാനത്തോടു കൂടി വളരെ കൺട്രോൾഡൊക്കെ ആയിട്ട് ഇരിക്കുന്ന ആളുകളോ തീരെ ആക്റ്റീവ് ഒന്നും അല്ലാതെ ഇനാക്റ്റീവായിട്ടൊക്കെ ഇരിക്കുന്ന ആളുകളാണ് ഫ്ലഗ്മാറ്റിക് ടൈപ്പിൽ ഉണ്ടാവുക. സെക്കൻഡ് ടൈപ്പാണ് ക്രിഷ്ണേഴ്സ് ടൈപ്പോളജി. ഇതിൽ 4 ടൈപ്സ് ആണുള്ളത്. അതിന് ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ബേസിലാണ് 4 ടൈപ്സ് ആക്കി ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇതിൽ ഫസ്റ്റ് വൺ പൈക്കിനിക് ടൈപ്പ്. പൈക്കിനിക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ തടിയുള്ള ഫാറ്റ് ടൈപ്പ് ആളുകളായിരിക്കും. അവർ നല്ല സോഷ്യൽ ആയിരിക്കും, മറ്റുള്ളവരൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. ഇതാണ് പൈക്കിനിക് ടൈപ്പുള്ള ആളുകളെന്ന് പറയാം. സെക്കൻഡ് വൺ എസ്തനിക് ടൈപ്പ്. എസ്തനിക് ടൈപ്പ് എന്ന് പറയുമ്പോൾ തിരുത്തടിയില്ലാതെ നല്ല ടോളായിട്ടുള്ള ആളുകൾ. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് അവർ അൺസോഷ്യബിൾ ആയിരിക്കും. അത്ര ആളുകളായിട്ടൊന്നും അങ്ങനെ ക്രൗഡിലൊന്നും പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാവില്ല. നല്ല മടിയുള്ള, നല്ല ഷൈ ഒക്കെ ഉള്ള ആളുകളായിരിക്കും.
അവർ പെസിമിസ്റ്റ് ആയിരിക്കും, എപ്പോഴും ഒറ്റക്കൊക്കിയിരിക്കുന്നവരായിരിക്കും. ഇനി തേർഡ് വൺ അത്ലറ്റിക് ടൈപ്പ്. അവരെന്ന് പറഞ്ഞാൽ ആ വേർഡിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്ലറ്റിക്സിനെ പോലെ ഒരു മസിൽ ടൈപ്പൊക്കെ ആയിരിക്കും. നല്ല മസിലും ബോൺ ഡെവലപ്മെൻറ്റും ഒക്കെ ഉള്ള ഒരു ഹെൽത്തി ബാലൻസ് ഉള്ള ആളുകളായിരിക്കും. നല്ല എനർജറ്റിക് ആയിരിക്കും, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, കാം ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കും. അങ്ങനെയാണ് അത്ലറ്റിക് ടൈപ്പ്. ഇനി ഫോർത്ത് ടൈപ്പ് എന്ന് പറയുന്നത് ഡിസ്പ്ലാസ്റ്റിക് ടൈപ്പ്. ഈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ ടൈപ്പിലൊന്നും പെടാത്ത ആളുകളാണ് ഡിസ്പ്ലാസ്റ്റിക് ടൈപ്പ്. അതായത് ഇറഗുലർ ബോഡി ഷേപ്പ് ആൻഡ് നോൺ ക്ലാസിഫൈഡ് ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഇൻക്ലൂഡഡ് അതർ 3 ടൈപ്സ്. മറ്റുള്ള 3 ടൈപ്സിലും പെടാത്ത 3 ടൈപ്പിലുള്ള സവിശേഷതകളൊന്നുമില്ലാത്ത ഇൻഡിവിജ്വൽസാണ് ഡിസ്പ്ലാസ്റ്റിക് ടൈപ്പിൽ വരുന്നത്. ഇനി പേഴ്സണാലിറ്റിൻ്റെ തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഷിൽഡൻസ് ടൈപ്പോളജി. ഇതിൽ 3 സൊമാറ്റിക് ടൈപ്സാണ് വരുന്നത്. അപ്പോൾ ഈ തിയറീസ് ബോഡി ടൈപ്പിൻ്റെ ബേസിലാണ് 3 ടൈപ്പായി കാറ്റഗറൈസ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് എൻഡോമോർഫിക്, സെക്കൻഡ് വൺ മീസോമോർഫിക് ആൻഡ് തേർഡ് വൺ എക്ടോമോർഫിക്. അതിൽ ഫസ്റ്റ് വൺ എൻഡോമോർഫിക്. എൻഡോമോർഫിക് എന്ന് പറയുമ്പോൾ അവർ ഷോർട്ടായിട്ട് ഫാറ്റി ആയിരിക്കും, നല്ല ചീക്സൊക്കെ ഉള്ള തടിയുള്ളൊക്കെ ആളുകളായിരിക്കും. അത്ര ഹൈറ്റൊന്നും അല്ലാതെ എല്ലാവരോടും ഇഷ്ടപ്പെടുന്ന, ലൈഫിനോടൊക്കെ ലേഷ്യറുള്ള ആളുകളായിരിക്കും. പിന്നെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും ചില്ലായിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും, സോഷ്യബിൾ, ടോളറൻറ്റ്, കംഫർട്ട്, ലവിങ്, പീസ്. ഇതൊക്കെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സാണ്. അവരെപ്പോഴും റിലാക്സൊക്കെ ആയിട്ട് ഒന്നിനും ഒരു ടെൻഷനില്ലാതെ ക്രൗഡിലൊക്കെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന, ടോളറൻ്റ് ആയിട്ട് കംഫർട്ടൊക്കെ ആയിട്ട് ലൗഡായിട്ടുള്ളൊരു ആളുകളായിരിക്കും ഈ ടൈപ്പിൽ വരുന്നത്. അതിൽ സെക്കൻഡ് വൺ മീസോമോർഫിക്. മീസോമോർഫിക് എന്ന് പറയുമ്പോൾ മസ്കുലാർ ടൈപ്പുള്ള ആളുകളാണ്. ഇവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ടഫ് മൈൻഡ് ആയിരിക്കും, അസേർട്ടീവ് ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും. മസ്കുലാർ ടൈപ്പിലാണ് മീസോമോർഫിക് എന്ന് പറയുന്നത്. അതിൽ തേർഡ് വൺ എക്ടോമോർഫിക്. എക്ടോമോർഫിക് എന്ന് പറയുമ്പോൾ ടോൾ ആൻഡ് തിൻ, അതായത് മെലിഞ്ഞ് ടോളായിട്ടുള്ള ആളുകൾ, പൂർ മസിൽസ് ആയിരിക്കും അവർക്ക്. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ഒരു ക്വയറ്റ്, ഫ്രാജൈൽ, റിസ്ട്രെയിൻ, നോൺ അസേർട്ടീവ്. അവരത്ര അസേർട്ടീവ് ഒന്നും ആവില്ല, എപ്പോഴും ആളുകളിൽ നിന്നൊക്കെ മാറി നിൽക്കും. ഇങ്ങനെയുള്ള ആളുകളാണ് എക്ടോമോർഫിക് ടൈപ്പിൽ ഉണ്ടാവുക. ഇതാണ് ഷിൽഡൻസ് ടൈപ്പോളജി വരുന്നത്. അപ്പോൾ പേഴ്സണാലിറ്റിൻ്റെ 3 ടൈപ്സുകളാണ് പറഞ്ഞത്. ഹിപ്പോക്രറ്റ്സ് ടൈപ്പോളജി, ക്രഷ്നേഴ്സ് ടൈപ്പോളജി ആൻഡ് തേർഡ് വൺ ഷിൽഡൻസ് ടൈപ്പോളജി.